ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പോകാൻ വന്ന റോഡേ കുണ്ടും കുഴികളും നിറഞ്ഞ റോഡാണ്. അതിനപ്പുറം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫുള്ള് വളവും തിരിവുള്ള റോഡും കൂടിയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളെപ്പോഴും ഓടിക്കേണ്ടത് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഹോൺ അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ സമയത്ത് നല്ല ഹോൺ അടിക്കുക. അങ്ങനെ വളവുകളാണ്, നമുക്ക് അപ്പുറത്ത് വരുന്ന ആൾക്കാരൊന്നും കാണില്ല. സോ ഹോൺ നന്നായി മുഴക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ പോകുന്ന അല്ലെങ്കിൽ ഇവിടെ പോകേണ്ടത് എപ്പോഴും ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ, അത് റോഡിനനുസരിച്ചായിരിക്കും. നല്ല ഗട്ടറുള്ള റോഡാണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ആക്സിലേറ്റർ മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഒന്ന് എടുത്തു നോക്കാം. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ. ഫസ്റ്റ് ഗിയർ ഉണ്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഫസ്റ്റ് ഗിയർ എടുത്തിട്ടുണ്ട്, നേരെ പോവാണ്. നന്നായി ഓൺ അടിക്കുക. അതിനുശേഷം ഞാൻ സെക്കൻഡ് ഗിയറിൽ നമുക്ക് ഇവിടെ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്നു. സോ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകാൻ കഴിയുള്ളൂ ഇവിടെ. കാരണം അയാൾ എങ്ങനെ വരുന്നത് അയാൾക്ക് പോലും അറിയാം. അത് പറഞ്ഞേ അങ്ങനെ വന്ന സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സ്പീഡ് നമുക്ക് ഇവിടെ ഉണ്ടാവും. ഫസ്റ്റും സെക്കൻഡും മാത്രമേ നമുക്ക് ഇവിടെ നടക്കുള്ളൂ. ഓക്കെ, ഇൻ കേസ് ഓപ്പോസിറ്റ് വാഹനം വരിക എന്ന് വിചാരിച്ചോളാം. സോ നമുക്ക് ഏത് ഗിയറിൽ മാറ്റേണ്ടി വരും? ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോവാൻ അത്രയും ഒരു തിങ്ങിയ റോഡാണ്. സോ നമുക്ക് പെട്ടെന്ന് അടിച്ച് മുന്നിക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഗട്ടറുള്ള റോഡുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റിൽ ഇട്ടിട്ട് പതുക്കെ ക്ലച്ച് മാക്സിമം എന്ത് ചെയ്യുക, ഒരു ഹാഫ് ക്ലച്ച് പിടിച്ച് കൊടുക്കുക. അപ്പോൾ മെല്ലെ എന്ത് ചെയ്യും, വണ്ടി ഇങ്ങനെ ആ ഗട്ടറിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകും. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ ഫസ്റ്റും സെക്കൻഡ് ഇട്ടിട്ട് ആ ഗട്ടർ കൂടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ പരിപ്പളകും. ആലോചിച്ചോളാം. അപ്പോൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചാടിച്ച് അത് ഹാഫ് ക്ലച്ച് പിടിച്ചാൽ മതി. ആക്സിലേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ വണ്ടിക്കും ഓരോ ഗിയറിലും ഓരോ സ്പീഡ് ഉണ്ട്. ഓട്ടോമാറ്റിക് ആ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യും, വണ്ടി മൂവ് ചെയ്തോളും. പ്രത്യേകിച്ച് ഫസ്റ്റിൽ നമ്മൾ ഈ എച്ചൊക്കെ ഇടുമ്പോൾ ഈ ഫസ്റ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീഡ് ഉണ്ടായിരിക്കും. സോ ആ സ്പീഡിലാണ് അങ്ങനെ കടന്നു പോകുന്നത്.